രണ്ടാമത്തെ മോൾക്കും വലിയ വിവരമൊന്നുമില്ല, കല്യാണം കഴിച്ച് ബോംബെയിലുണ്ട്. ആ വീട്ടിൽ ആകെ കൂടി വിവരമുള്ളത് ഈ അമ്മയ്ക്ക് മാത്രമാണ്. മക്കൾക്കൊന്നും വിവരമില്ല, ബോധമില്ലാത്തവരാ. അവരൊക്കെ ഞാനില്ലെങ്കിൽ അവരുടെ കാര്യമൊക്കെ കഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ബോംബെ പോയി നിൽക്കും, ഇടയ്ക്ക് കൽക്കട്ടയിൽ പോയി നിൽക്കും, ഇടയ്ക്ക് മദ്രാസിൽ പോയി നിൽക്കും, ഇടയ്ക്ക് ഇവിടെ നിൽക്കും. ഈ മക്കളുടെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രസവിക്കുന്നത് മാത്രം അവരാന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ ഞാനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് ആശ്രമത്തിലേക്ക് വരിക? ഒക്കെ സെറ്റിലായിട്ട് ഒരു ദിവസം വരും. അപ്പോൾ സ്വാമിജി പറഞ്ഞു ആയിക്കോട്ടെ. ഏതാണ്ട് മൂത്ത മകളുടെ ഒരു പ്രസവം കഴിഞ്ഞു, രണ്ടാമത്തെ മകളുടെ കല്യാണം കഴിഞ്ഞു, ഒരു പ്രസവം കഴിഞ്ഞു. അപ്പോൾ ചോദിച്ചു, അമ്മ ഇനി വരുന്നുണ്ടോ ചോദിച്ചു. രണ്ടാമത്തെ മകൾ വീട് വയ്ക്കുകയാണ് ഇപ്പോൾ. ആ വീട് വെച്ച് വീട് പണി കഴിഞ്ഞിട്ട് വേണം സ്വാമിജി അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ എന്നോട് ചില ആൾക്കാർ പറയാറുണ്ട് ഇങ്ങനെയൊക്കെ, ആശ്രമത്തിലേക്ക് വരുന്നുണ്ട് ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട്. എളുപ്പമെന്ന് വിചാരിക്കുന്നുണ്ടോ ഈ വരവ്? ഇതൊക്കെ വിട്ടു വരിക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു, ആ വീട് പണി കഴിഞ്ഞിട്ട് ഞാൻ വരാം സ്വാമിജി. ആ വീട് പണി കഴിഞ്ഞ് അവിടെ ഒന്ന് കയറി താമസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഞാൻ ആശ്രമത്തിലുണ്ടാവും. വീട് പണി കഴിഞ്ഞു, കയറി താമസം കഴിഞ്ഞു. ചോദിച്ചു, എന്തേ വരുന്നില്ലേ? ഇപ്പോഴാണ് മനസ്സിലായത് അവൾക്ക് വിശേഷമുണ്ട്. ഇനി പ്രസവത്തിന് ആരെങ്കിലും നോക്കണ്ടേ? വേറെ ആരാ ഉള്ളത്? അവൾക്ക് ഞാനല്ലാണ്ട് ആരാളല്ലേ സ്വാമിജി? സ്വാമിജിക്ക് പോകാൻ പറ്റുമോ പ്രസവം നോക്കാൻ? ഇല്ല ഞാൻ പോയില്ല പറഞ്ഞു. എന്നാലേ അതും കൂടി കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ സ്വാമിജി പറഞ്ഞു, ഇപ്പം അമ്മ ആശ്രമത്തിലേക്ക് വരുന്നില്ല എന്ന് മനസ്സിലായി എനിക്ക്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോളാം അമ്മയോട്, അമ്മയുടെ കൂടെ ജനിച്ചപ്പോഴേ ഒരാൾ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അതെന്താ ചോദിച്ചു. മരണം. ഈ മരണം എപ്പോഴാണ് കയറി പിടിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. മക്കൾ കല്യാണം കഴിച്ചു എന്ന് വരും, അതുണ്ടായെന്ന് വരും, അവരെയൊക്കെ ഒരു ഭാഗത്ത് സെറ്റിലാക്കി ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈശ്വരനിലേക്ക് തിരിയേണ്ടതാണ്. അമ്മയുടെ പ്രായമൊക്കെ ഇത്തിരി ആയി കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറയുക, സ്വാമിജിക്ക് അതൊക്കെ പറയാം. കല്യാണം കഴിച്ചിട്ടില്ല സ്വാമിജി? ഇല്ല. കുടുംബകരമായിട്ട് കാര്യം സ്വാമിക്ക് അറിഞ്ഞൂടാ. മക്കളുടെ ബുദ്ധിമുട്ട്, കല്യാണത്തിൻ്റെ ബുദ്ധിമുട്ട്, പ്രസവത്തിൻ്റെ ബുദ്ധിമുട്ട് സ്വാമിജിക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇല്ല. അതുകൊണ്ടാണ് സ്വാമിജി ഇതൊക്കെ പറയേണ്ടത്. ഞാൻ വരാം സ്വാമിജി. ഒരു 3 മാസം കഴിഞ്ഞ് എറണാകുളത്തേക്കൂടെ സ്വാമിജി പോകുമ്പോൾ അവിടെ ഒരു തിരക്ക്, ആൾക്കാർ വട്ടം കൂടി നിൽക്കേണ്ടത്. നോക്കിയപ്പോൾ ഈ അമ്മ വണ്ടി കയറി മരിച്ചിരിക്കുക അവിടെ. എത്ര മാസം ഉണ്ടായി? ഇതാ ജീവിതം. നമ്മൾ ഈശ്വരീയമായ കാര്യങ്ങൾ പോസ്റ്റ്പോൺ ചെയ്ത് കൊണ്ടുപോകും. അവസാനം നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ ഇവിടുന്ന് ലോകം വിടേണ്ടിയും വരും. അതുകൊണ്ടാണ് ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ നിശ്ചയിച്ചോളണം, ഇനി മറ്റൊന്നും എനിക്ക് വേണ്ട, ഈശ്വരനെ മാത്രം വേണ്ടൂ. എന്നാൽ മാത്രമേ ഈ ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. ഇതെല്ലാം കൂടി കുഴച്ച് കളിപ്പിച്ച് വെച്ചാൽ ഒരിക്കലും അവിടെ എത്തില്ല. അതുകൊണ്ടാണ് യോഗികളുടെ കഥ. ഭോഗികൾ ഒരു കാലത്തും ഈശ്വരൻ്റെ അടുത്തേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്. അവർ ഷട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് അവിടെ പശുവായിട്ടും ആടായിട്ടും പൂതാനം പറഞ്ഞിട്ട് ഈച്ചയായിട്ടും പൂച്ചയായിട്ടും അതായിട്ടും ഇതായിട്ടും ജനിക്കുക മരിക്കുക. എന്തൊരു യോഗ എന്നാലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് യോഗിയുടെ കഥ പറഞ്ഞത്. 5, 6, 7, 8, 9, 10 ഈ എത്രയും ദശകങ്ങൾ സൃഷ്ടിയുടെ കാര്യം പറയുന്നുണ്ട്. ഈ 5 ദശകങ്ങളൊക്കെ സൃഷ്ടി രഹസ്യങ്ങളാണ് പറയണത്. എന്താ സൃഷ്ടി രഹസ്യം വെച്ച് കഴിഞ്ഞാൽ, ഒന്നുമില്ലാത്തതിൽ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുക, ഉള്ളതിൽ ഇല്ലാന്ന് തോന്നുക, ഇതാണ് മായ. എന്താ പറയണത്? ഉള്ളതിനെ ഇല്ലാത്തതായിട്ട് തോന്നുക, ഇല്ലാത്തതിനെ ഉള്ളതായിട്ട് തോന്നുക, ഇതാണ് മായ. ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം സ്വഭാവം ഈ മായയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ദേവീ ഹേഷ ഗുണമയി മമ മായ ദുരത്യയ. എൻ്റെ മായ അതിഭയങ്കര. അത് നിങ്ങൾക്ക് ആധ്യാത്മ രാമായണമൊക്കെ വായിക്കുമ്പോൾ അതിൽ കുറേ സ്തുതി വരും. അഹല്യാസ്തുതി, കൗസല്യസ്തുതി, കബന്ധസ്തുതി, ഇല്ലേ? ഈ സ്തുതിയിലൊക്കെ അവസാനം എന്താ പറയണമെന്നറിയാമോ? ഭഗവാൻ, അവിടുത്തെ മായ എന്നെ ബാധിക്കാണ്ടിരിക്കണേ എന്നാണ് പ്രാർത്ഥിക്കണത്. അപ്പം നമുക്കൊക്കെ തോന്നുന്നുണ്ടായിരിക്കും, ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞാലും ശരി, നമുക്ക് ഇപ്പോഴും ആ കുടുംബത്തിനോടോ അല്ലെങ്കിൽ ആ കാര്യം ആ അറ്റാച്ച്മെൻറ്റ് എടുത്തു കളയാൻ പറ്റില്ല. കേൾക്കണതൊക്കെ ശരിയാണ്. എന്താ കാരണം? അതാണ് മായ. കാരണം അതാണ് സത്യം എന്നുള്ള ധാരണയിൽ എത്തിപ്പെട്ടിരിക്കുക. നമ്മളൊക്കെ കുറേ ജോലി ചെയ്യുക, കുറേ കാശുണ്ടാക്കുക, കുറേ വീട് വയ്ക്കുക, കുറേ കല്യാണം കഴിക്കുക, കുട്ടി ഉണ്ടാവുക, ഇതൊക്കെ തന്നെയാണ് ജീവിതം. ഇതൊക്കെ ഉപജീവനമാണ് വാസ്തവത്തിൽ. ഇതൊക്കെ ഉപജീവനമാണ്. ജീവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവാത്മാവിൻ്റെ പരമാത്മാവായിട്ട് സംഗമിക്കുന്നതിൻ്റെ പേരാണ് ജീവനം.
മറ്റതൊക്കെ ഉപജീവനം മാത്രമാണ്. കല്യാണമായി, കൂടിയ വീടുകളായി, അച്ഛനായി, അമ്മയായി, മക്കളായി, ഇതൊക്കെ ഉപജീവനത്തിൻ്റെ ഭാഗങ്ങളാണ്. ജീവനം വേറെയാണ് വാസ്തവത്തിൽ. ആ ജീവനത്തിലേക്ക് മനസ്സൂന്നിയാൽ മാത്രമേ ഉപജീവനത്തിലുള്ളതായ നമ്മുടെ അറ്റാച്ച്മെൻറ്റ് പോവുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല എന്നർത്ഥം അവിടെ. അപ്പം സൃഷ്ടിയിൽ വ്യക്തം അവ്യക്തം ഇതം ന കിഞ്ചിത് അഭവത് പ്രാകൃത പ്രക്ഷയേ മായായം ഗുണസംവിരുദ്ധ വികൃതോ ത്വയി ആഗതായം ലയം. അതാണ് പ്രളയം. എല്ലാ വസ്തുക്കളും, അതായത് പറയും സൃഷ്ടി, സ്ഥിതി, പിന്നെന്താ സംഹാരം, പിന്നെന്താ തിരോധാനം, പിന്നെന്താ അനുഗ്രഹം. 5 എണ്ണുണ്ട്. എന്തൊക്കെയത്? സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിൽ പഞ്ചകൃത്യപരായണ എന്ന് പറയാൻ കാരണം. ഈ 5 കാര്യങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സംഹാരം എന്ന് പറഞ്ഞാൽ സംഹാരമല്ല, അത് ശരിക്ക് തിരോധാനമാണത്. അതായത് മറയുതങ്ങൾ മറിഞ്ഞിട്ട് ഭഗവാൻ ലയിച്ചു ചേരുന്നു. പിന്നെ അത് വീണ്ടും പുറത്തേക്ക് വരുന്ന പേരാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴാണോ ഒന്നുമില്ലാത്തതായ ഈ വസ്തുവിൽ ഈശ്വരൻ ലയിച്ചു ചേർന്നിട്ട്, അപ്പോൾ അവിടെ മരണമില്ല, ജനനമില്ല, ഉണ്ടാവലില്ല, ഇല്ലാതാവലില്ല, ഒന്നുമില്ല. അവിടെ സമത്വഭാവത്തിൽ ഇക്വിലിബ്രിയം കീപ്പ് ചെയ്യാന്ന് പറയും. ഒരു അനക്കമില്ലാത്ത അവസ്ഥയിൽ ഭഗവാൻ മാത്രം അവശേഷിക്കും. അഹമേ വാസമേ വാഗ്രി എന്നുള്ളതായി സഹസ്രോ വിഭാഗത്തിലെ പറയില്ലേ, തുടക്കത്തിൽ ഞാൻ തന്നെയുള്ളൂ, അവസാനത്തിലും ഞാൻ തന്നെയുള്ളൂ. ഭഗവാൻ മാത്രമേ ഉള്ളൂ തുടക്കത്തിൽ. അപ്പം എല്ലാം ഇല്ലാതാണെന്ന് തോന്നിയാലും ഭഗവാൻ മാത്രം അവിടെ നിലനിൽക്കും. അശിഷ്യതാകില പ്രാനന്ദപ്രകാശാത്മനാവായിട്ട്. അത് കഴിഞ്ഞ് കാലം, കർമ്മം, ഗുണം, സൃഷ്ടിയുടെ ആ ഘടകങ്ങളൊക്കെ ഭഗവാൻ ലയിച്ചു ചേർന്ന്, പിന്നെ ഈ പ്രകൃതി ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? അപ്പോൾ ഈ ലോകം ഉണ്ടോ ഇല്ലയോ? ലോകം ഉണ്ടോ ഇല്ലയോ? നമുക്കൊക്കെ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ആദ്യ ശങ്കരാചാര്യർ പറഞ്ഞത് ബ്രഹ്മസത്യം ജഗന്മിഥ്യ. ബ്രഹ്മത്തിനെ സാക്ഷാത്കരിച്ചവർക്ക് മാത്രമാണ് ജഗത്ത് മിഥ്യയുള്ളൂ. നമുക്കൊന്നും പറ്റില്ല. നമുക്ക് ജഗത്ത് മിഥ്യയല്ല, നമുക്ക് ജഗത്തുള്ളതാ. അല്ലേ? വീടില്ല എന്ന് പറയാൻ പറ്റുമോ? ഒന്നും പറയാനില്ല. എന്താ കാരണം? ബ്രഹ്മത്തിനെ സാക്ഷാത്കരിക്കാത്തത്തോളം കാലം ജഗത്ത് നമുക്ക് മിഥ്യയല്ല. അതാണ് ആദിശങ്കരൻ പറഞ്ഞത്, ബ്രഹ്മസത്യം ആയാൽ ജഗത്ത് മിഥ്യയാവും. അല്ലാണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇല്ല എന്ന് പറയാൻ നിവൃത്തിയില്ല, ഉണ്ടെന്നും പറയാൻ നിവൃത്തിയില്ലാത്തതായ പ്രകൃതിയും പുറത്തേക്ക് വരികയാണ്. ഏവം ച ദ്വിപരാർത്ഥകാല വിഗതോ, അതായത് 2 പരാർത്ഥങ്ങൾ, സംവത്സരങ്ങൾ കടന്നു പോയപ്പോൾ ഈ ഭഗവാന്റെ ഉള്ളിലുള്ളതായ ഈ മായ പുറത്തേക്ക് വരികയാണ്. മായാത ഖലു കാലശക്തി അഖില അദൃഷ്ടം സ്വഭാവോപിച പ്രാദുർഭൂയ. ഈ മായ അതിൻ്റേതായിട്ടുള്ളതായ ശക്തികളെ എടുത്തുകൊണ്ട്, പിന്നെ അദൃഷ്ടമായിട്ടുള്ള സ്വഭാവങ്ങളെ എടുത്തുകൊണ്ട് ഈ ജീവകോടികളുടെ പ്രാദുർഭൂയ ആദ്യം ഉണ്ടായി. ഗുണാൻ വികാസ്യ വിധതോ, പിന്നെ ഗുണങ്ങളുണ്ടായി, ത്രിഗുണങ്ങളുണ്ടായി. തസ്യാ സഹായക്രിയാം. അങ്ങനെയാണ് 3 ഗുണങ്ങൾ പുറപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അഹംഭാവം ഉണ്ടാവണു. അതാണ് മഹത്വത്വം, അല്ലെ അഹംഭാവം. ഈ പ്രപഞ്ചത്തിന് യൂണിവേഴ്സൽ ഈഗോ, ഇൻഡിവിജ്വൽ ഈഗോ, സമഷ്ടി അഹങ്കാരം, വ്യഷ്ടി അഹങ്കാരം. കുടുംബത്തിനൊരു അഹങ്കാരം, കുടുംബത്തിലെ വ്യക്തികൾക്കൊരു അഹങ്കാരം. അല്ലേ? ഞങ്ങളുടെ തറവാട് ഈ നാട്ടിൽ വളരെ പ്രസിദ്ധപ്പെട്ട തറവാടാണ്. അത് തറവാടിൻ്റെ അഹങ്കാരം. ഈ തറവാട്ടിലെ അംഗമാണ് ഞാൻ എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ അഹങ്കാരം. ഇതുപോലെ യൂണിവേഴ്സൽ ഈഗോ, ഇൻഡിവിജ്വൽ ഈഗോ, സമഷ്ടി അഹങ്കാരം, വ്യഷ്ടി അഹങ്കാരം, ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞ് ഗുണങ്ങൾ സോഹം ച ത്രിഗുണക്രമ ത്രിവിധം ആസാദ്യ വൈകാരികോ ഭൂയ തൈജസ താമസാം ഇതി ഭവൻ. ആദ്യം സത്വഗുണം, രജോ ഗുണം, തമോ ഗുണമൊക്കെ ഉണ്ടായി. ആ സത്വഗുണത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങൾക്ക് അധിഷ്ഠാന ദേവതകളുണ്ടായി. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്താ ഇന്ദ്രിയങ്ങൾക്ക് അധിഷ്ഠാന ദേവത വെച്ച് കഴിഞ്ഞാൽ, കാണുന്ന ശക്തി ഒന്ന് വേറെ, കേൾക്കുന്ന ശക്തി ഒന്ന് വേറെ, ശ്വസിക്കുന്ന ശക്തി ഒന്ന് വേറെ. ഇത് 3 എനർജിയാണ്. ഇപ്പം ACDC എന്നൊക്കെ പറയില്ലേ,
അപ്പോൾ കാണുന്ന ശക്തിക്ക് കേൾക്കാൻ പറ്റില്ല, കേൾക്കുന്ന ശക്തിക്ക് കാണാൻ പറ്റില്ല, ശ്വസിക്കുന്ന ശക്തിക്ക് കാണാനും കേൾക്കാനും പറ്റില്ല. അപ്പോൾ ഓരോ ഊർജവും സെപ്പറേറ്റ് ആണ്. ഈ ഊർജത്തിനൊക്കെ അധിഷ്ഠാനമായിട്ടുള്ളതായ ശക്തിവിശേഷം കൊടുത്തിട്ടുണ്ട്. അതാണ് ഇന്ദ്രിയ ദേവതകളെന്ന് പറയുന്നത്. ഇവരൊക്കെ ഉണ്ടായത് സത്വഗുണത്തിൽ നിന്നാണ്. പിന്നെ ഉണ്ടായതോ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നൊക്കെ ചേർന്ന ചിത്തം, അതായത് അന്ധകരണം ഉണ്ടാവുകയാണ്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്ത് തുടങ്ങിയുള്ളതായ ചേർന്ന് അന്ധകരണവും സത്വഗുണത്തിൽ നിന്നുണ്ടായി. പിന്നെ രജോ ഗുണത്തിൽ നിന്ന് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും 10 ഉണ്ടായി. പിന്നെ തമോ ഗുണത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളും ഉണ്ടായി. ആ പഞ്ചഭൂതങ്ങൾക്ക് തന്മാത്രകളുണ്ടായി. ആകാശത്തിന് ശബ്ദം, അതുപോലെ വായുവിന് സ്പർശം, അഗ്നിക്ക് രൂപം, ഭൂമിക്ക് ഗന്ധം, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടുണ്ടായി. ഇതൊക്കെ ഉണ്ടായിട്ടും ഇവരൊന്നും തന്നെ യോജിപ്പിലെത്താൻ പറ്റിയില്ല അവർക്ക്. ഇവരൊക്കെ ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. ഇനി യോജിപ്പിക്കേണ്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് സ്ട്രൈക്ക് ഓഫ് എവറിഥിങ് ഈസ് ഗോഡ്സ് ബ്ലെസ്സിങ് എന്ന് പറയും. എല്ലാം ശരിയാക്കി തരുന്ന ആരാണ്? അല്ലേ? സപ്താഹം തുടങ്ങുന്നത് നമ്മൾ നന്നാക്കി തരുന്ന ആരാ? ഗുരുവായൂർക്ക് പുറപ്പെടുന്നത് നമ്മൾ എത്തിക്കണത് ആരാ? ശബരിമലയ്ക്ക് പുറപ്പെടുന്നത് നമ്മൾ എത്തിക്കണത് ആരാ? ഇത് തന്നെ. ആ തുടങ്ങാനുള്ള ധൈര്യം കാണിച്ചാൽ ആ ഭംഗിയാക്കുള്ള അനുഗ്രഹം ആര് തരും? നമുക്കെന്താ പ്രശ്നം? ഇപ്പോൾ ഇവിടെ ഒന്നും തുടങ്ങാനുള്ള ആത്മവിശ്വാസവും ഇല്ല, ധൈര്യവും ഇല്ല. സത്പ്രവൃത്തി ചെയ്യണമെങ്കിൽ ആത്മവിശ്വാസം ഉണ്ടാവണം, ധൈര്യം ഉണ്ടാവണം. അപ്പം അതിന് ഈശ്വര അനുഗ്രഹം വന്ന് ചേരും അവിടെ. ഏതായാലും അതൊക്കെ ചേർന്ന് ഭഗവാൻ അവരെ പ്രവേശിച്ച് ഈ ലോകത്തിനെ അണ്ടാകൃതിയിൽ സൃഷ്ടിച്ചു. ആ അണ്ടാകൃതി സൃഷ്ടിച്ച് അതിനെ 14 ഭേദിച്ചു. 14 ലോകങ്ങളുണ്ടായി. അങ്ങനെ ഈ 14 ലോകം ചേർന്നതായ ഈ അണ്ടം, ഏതണ്ടം? ബ്രഹ്മാണ്ടം സൃഷ്ടിക്കപ്പെട്ടു. ഈ ബ്രഹ്മാണ്ടത്തിൽ 14 ലോകങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സിറ്റിംഗ് റൂം ഒരു റൂം, പിന്നെ ഡൈനിങ് റൂം, അത് കഴിഞ്ഞാൽ കിച്ചൺ, അത് കഴിഞ്ഞാൽ ബെഡ്റൂം, അത് കഴിഞ്ഞാൽ പിന്നെ ബാത്റൂം. ഇതിൻ്റെ ഒക്കെ കൂടുതലുള്ള പേരെന്താ? വീട്, അല്ലേ? നമ്മൾ ശരീരത്തിൽ പോയാൽ കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, ചെവി, വായ, ഇതൊക്കെ ചേർന്നതിൻ്റെ പേരെന്താ? ശരീരം. എന്താ അത്? കണ്ണുകൊണ്ട് ചെയ്യുന്നത് മൂക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, മൂക്കൊണ്ട് ചെയ്യുന്നത് കണ്ണുകൊണ്ട് ചെയ്യാൻ പറ്റില്ല, കണ്ണുകൊണ്ട് ചെയ്യുന്നത് ചെവിക്ക് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ വീട്ടിൽ വന്ന സിറ്റിംഗ് റൂമിൽ ഇരിക്കാനുള്ളത്, ഡൈനിങ് റൂമിൽ കഴിക്കാനുള്ളത്, കിച്ചണിൽ ഭക്ഷണം പാകം ചെയ്യാനുള്ളത്. അല്ലാണ്ട് രാത്രി ആയിക്കഴിഞ്ഞാൽ എല്ലാവരും പോയി കിച്ചണിൽ പോയി കിടക്കാറുണ്ടോ? ഇതുപോലെ പ്രപഞ്ചത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളെ, വ്യത്യസ്ത അവസ്ഥകളെ കണക്കാക്കിക്കൊണ്ട് ബ്രഹ്മാണ്ടത്തിനെ 14 വിഭജിച്ചു. ആ 14 ലോകങ്ങൾക്ക് അങ്ങനെ 6-ാം ദശകത്തിൽ പറയണു ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ഭഗവത്മയമാണ്. ഇവിടെ അതല്ലാത്തതൊന്നുമില്ല. നദികൾ, പർവ്വതങ്ങൾ, ചെടികൾ, മരങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ എല്ലാം ഈശ്വരമയങ്ങളാണെന്നർത്ഥം. ഇവിടെ എല്ലാം ഉണ്ടായത് വിരാട് പുരുഷനയക്കുന്ന ഭഗവാനിൽ നിന്നാണ് എന്നാണ് 6-ാം ദശകം മുഴുവൻ പറയുന്നത്. അത് മുഴുവൻ വിസ്തരിക്കേണ്ട ആവശ്യമില്ല. കാരണം എവിടെ നോക്കുമ്പോഴും ആരെ കാണണം? ഒരു മരം കാണുമ്പോൾ, ചെടി കാണുമ്പോൾ, നദി കാണുമ്പോൾ, വൃക്ഷം കാണുമ്പോൾ അതിലൊക്കെ ആരുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. നാരായണനുണ്ടെന്ന്. നളകൂപരാദികളുടെ കഥയിൽ അതല്ലേ പറഞ്ഞത്? 2 മരങ്ങളായിട്ട് നിന്നു, അഹല്യ പാറയായിട്ട് നിന്നു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എല്ലാ പാറയിലുണ്ട് ഒരു ജീവൻ, എല്ലാ മരങ്ങളിലുണ്ട് ഒരു ജീവൻ. ഇതൊക്കെ നാരായണമയമാണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പുരാണങ്ങൾ പറഞ്ഞു തരുന്നത് കഥയല്ല, പുരാണങ്ങൾ പറഞ്ഞ തത്വങ്ങളാണെന്ന് ഓർമ്മ വെച്ചോളൂ. ഏതായാലും ഈ 6-ാം ദശകം കൊണ്ട് പറഞ്ഞു പ്രപഞ്ചം മുഴുവൻ ഈശ്വരമയമാണ്. മാത്രമല്ല മരിക്കണ സമയത്ത് ഈ ഭഗവത് സ്വരൂപത്തിനെ ഓർത്ത് മരിക്കാനുള്ള യോഗം ഉണ്ടാവണം. എന്താ കാരണം? മരിക്കുമ്പോൾ എന്താണോ സ്മരിക്കുന്നത് അതാണ് അടുത്ത ജന്മത്തിന് കാരണമാവുന്നത്. അതുകൊണ്ടാണ് ഈശ്വരന് ഇപ്പം ഞാൻ അറിയണതൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ആ മുത്തശ്ശി ആ കിടക്കണ മുറിയിൽ സർവ്വദിക്കിലും ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിരിക്കുക. ഗുരുവായൂരപ്പൻ്റെയും ശിവൻ്റെയും ദേവിയുടെ ഒക്കെ കട്ടിലിൻ്റെ താഴെയും കട്ടിലിൻ്റെ മേലെ കട്ടിലിൻ്റെ സൈഡിലൊക്കെ ചുമരുമ്മ ഒക്കെ. എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു, ചാവുമ്പോഴേ എവിടേക്കാണ് നോക്കുക എന്നറിയില്ല. നോക്കുമ്പോൾ എവിടെ നോക്കിയാൽ ആരെ കാണണം? ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഒഴിക്കണ എവിടെയാണെന്നപ്പോൾ ആ നേരത്തെ ഓർമ്മയുണ്ടാവില്ല, നോക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം എന്താ വേണ്ടത്? മുറി മുഴുവൻ ഒട്ടിച്ച് വെച്ചിരിക്കുക. അപ്പം എവിടെ നോക്കിയാലും ആരെ കാണാൻ പറ്റും? ഇതാണ് ഈദൃ ജഗന്മയോസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയം. ഈശ്വരനെ സ്മരിച്ച്
മരിക്കുക. അതാണ് പറയണത്. അതെപ്പോഴും ശ്രദ്ധിച്ചോളൂ. അത് എപ്പോഴും സാധിക്കും? ദിവസവും നമ്മൾ ശീലിക്കണം ഈശ്വരസ്മരണ. ഞാൻ സാധാരണ പറയും, ഒരു മുത്തശ്ശി ഇപ്പോൾ സപ്താഹത്തിലോ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ കസാലയെ പിടിച്ച് താഴത്തേക്ക് പതുക്കി ഇരിക്കുമ്പോൾ എന്താ പറയുക? നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിരിക്കും. എഴുന്നേൽക്കുമ്പോൾ എന്താ പറയുക? കൃഷ്ണ നാരായണ. ഒരു ചെറുപ്പക്കാരനാണ് എന്താ ഉണ്ടാവുക? അയ്യോ. എഴുന്നേൽക്കുമ്പോൾ എന്താ പറയുക? അയ്യോ. എന്താ കാരണം? അയാൾ ശീലിച്ചത് അയ്യോ പറഞ്ഞിട്ടാ. മുത്തശ്ശി ശീലിച്ചത് നാമം ജപിച്ചിട്ടാ. എത്ര കാലത്തെ നാമം ജപം കൊണ്ടാണ് ഈ മുത്തശ്ശിക്ക് ഈ നാരായണ ഗോവിന്ദ എന്ന് എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും പറയാൻ സാധിച്ചെന്ന് ആലോചിച്ചോളൂ. അപ്പം എന്താ വേണ്ടത്? നാമജപം നമ്മൾ ശീലിച്ചാൽ സർവ്വദിക്കിലും ഈ നാമത്തിൻ്റെ ഓർമ്മ നമുക്ക് വരും. അതാ പറഞ്ഞിട്ടുള്ളൂ. 14 ലോകങ്ങളിൽ ഏറ്റവും മേലുള്ള ലോകമാണ് സത്യലോകം എന്ന് വെച്ചാൽ നമ്മുടെ തല. നമ്മുടെ ശരീരത്തിൽ സത്യലോകം ഏതാ? തലയാണ്. ആ തലയിലിരിക്കുന്നത് രജോ ഗുണത്തിൻ്റെ സ്ഥലമാണ് തല, സത്വഗുണത്തിൻ്റെ സ്ഥലമാണ് ഹൃദയം. രജോ ഗുണത്തിൻ്റെ സ്ഥലം ഏതാ? അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ഞാൻ തലയിൽ ഇരിക്കാറില്ല, ഞാൻ ഹൃദയത്തിൽ ഇരിക്കാറുള്ളൂ എന്ന്. അല്ലേ? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ. എന്താ? എനിക്ക് രജോ ഗുണക്കാരെ ഇഷ്ടമല്ല. ബ്രഹ്മാവിൻ്റെ സ്വഭാവം എന്താ? ബ്രഹ്മാവ് രജോ ഗുണപ്രധാനിയാണ്. ഭഗവാനാണ് വെച്ചാൽ സത്വഗുണ പ്രധാനിയായതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ല ഭാവങ്ങൾ, ഏറ്റവും നല്ല വിചാരങ്ങൾ പുറപ്പെടുന്നത് തലയിൽ നിന്നല്ല, ഒക്കെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാ. ഹൃദയംഗമമായി അഭിനന്ദിക്കുന്നു കേട്ടില്ലേ? തലയംഗമമായിട്ട് പറയാറുണ്ടോ? ഒക്കെ പറയുന്ന ഹാർട്ടിയസ്റ്റ് വിഷസ് എന്നല്ലേ പറയുള്ളൂ. ഒക്കെ ഹൃദയത്തിൽ നിന്നാ. തല എപ്പോഴും കാൽക്കുലേറ്റീവാണ്. തലയ്ക്ക് കണക്ക് കൂട്ടാനേ അറിയുള്ളൂ. ഹൃദയത്തിനാണെച്ചാലോ കണക്ക് കൂട്ടാൻ അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഭാരതത്തിലെ ജനങ്ങളൊക്കെ ജീവിക്കുന്നത് ഹൃദയം കൊണ്ടാണ്. പരദേശികളൊക്കെ വിദേശികളൊക്കെ ജീവിക്കുന്നത് തല കൊണ്ടാണ്. അതുകൊണ്ട് അവിടെ തലയ്ക്ക് സുഖമില്ലാത്ത ആൾക്കാർ കൂടുതലാണ്. ഇവിടെയോ ഹൃദ്രോഗികളും കൂടുതലാണ് ഇന്ത്യയിൽ. എന്താ കാരണം? വികാരം കൊണ്ട് വീർപ്പ് മുട്ടി നിൽക്കുന്ന ആൾക്കാരെ ഇന്ത്യക്കാർ. മോളെ മോനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കണ്ണീന്നും എവിടെ നോക്കിയാൽ വെള്ളം വരാന്ന് വെച്ചില്ല. വിദേശികൾക്ക് കമോൺ ഗെറ്റ് ഔട്ട് എന്നൊക്കെ ഒരു വിഷമമില്ല അവർക്ക്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മോള് മോനെന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു സ്നേഹമാണ്. കെട്ടിപ്പിടിച്ച മോളെ കണ്ടിട്ട് എത്ര നാളായി. അപ്പം മോള് പറയും എന്തിനാ ഇപ്പം കാണുന്നതെന്ന്. അപ്പോൾ ഹൃദയമാണ് വികാരങ്ങളുടെ ഏറ്റവും സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ സ്ഥലം. തല എപ്പോഴും കാൽക്കുലേറ്റീവാണ്, രജോ ഗുണമാണ്. എല്ലാ കണക്ക് കൂട്ടും നടത്തുന്നത് തലയാണ്. അതുകൊണ്ട് നമുക്ക് അഹങ്കാരം എവിടെയുള്ളത്? ഹൃദയത്തിലാണോ തലയിലാണോ? ഹെഡ് വെയിറ്റ് എന്നല്ലേ പറയുക സാധാരണ, അല്ലേ? ഭയങ്കര തലക്കനാട്ടോ അവന്, അല്ലേ? തല കഷ്ട. ഈ തലയാണ് കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്നത്. ഈ തല നേരെ ആവാണ്ടാവുമ്പോഴാണ് അടുത്ത ജന്മത്തിൽ പിൻഭാഗത്ത് സാധനം മുളയ്ക്കുക. അതുകൊണ്ട് പറയും വാ നര. അതിൻ്റെ പേരാണ് വാ നര. ഇത് നരനാണോ സംശയം. വാലുള്ളത് കൊണ്ട്. അപ്പം അതുകൊണ്ട് തലയാണ്. ബ്രഹ്മാവ് അവിടെ പോയി ഇരിപ്പായി. ബ്രഹ്മാവ് ഇരുന്നു കഴിഞ്ഞപ്പോൾ രജഗുണപ്രധാനികൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. എപ്പോഴും അവരെന്തെങ്കിലും ചെയ്യണം എന്ന് എപ്പോഴും അവർക്ക് മനസ്സിലുണ്ടാവും. ബ്രഹ്മാവിന് സൃഷ്ടി വേണമെന്ന് തോന്നുകയാണ്. അവിടെ വെച്ച് വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടേ? സൃഷ്ടിക്കാൻ പുറപ്പെടുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, ഒന്നും ഓർമ്മ വരണമില്ല. അപ്പം എന്ത് ചെയ്തു? ഭഗവാനെ സ്മരിച്ചു. എന്താ ചെയ്ത്? സ്വയം വിശ്വവിസർഗദത്തഹൃദയ സമ്പശ്യമാന സ്വയം ബോധം കല്ലുനുവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ. ആലോചിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു തപത്തപാന്ന് പറഞ്ഞു. എന്താ വെച്ചാലോ നല്ലോണം ജാഗ്രതയോട് കൂടിയിട്ട്, ഏകാഗ്രതയോട് കൂടിയിട്ട് ധ്യാനിക്കൂ. മനസ്സുകൊണ്ട് വേണ്ട അറിവ് നിങ്ങൾക്ക് ഉണ്ടാവും പറഞ്ഞ്. തപസ് എന്ന് വെച്ചാൽ എന്താ? ശ്രമം എന്നർത്ഥം. ശ്രമിക്കാതെ കണ്ട് ഈ ലോകത്തിലൊന്നും നമുക്ക് ഇപ്പം നോക്കിക്കോളൂ. ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം, പിന്നെ എത്ര ആശ്രമമുണ്ട്? അത്രയും കേട്ടല്ലോ അല്ലേ? നീണ്ട ആശ്രമങ്ങൾ. സിദ്ധാശ്രമം, അവധൂതാശ്രമം, അത്യാശ്രമം, ഇത്രയും ആശ്രമങ്ങളുണ്ട്. ഇതിൻ്റെ ഒക്കെ അവസാനത്തെ 2 അക്ഷരം എന്താ?
ശ്രമം 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 എന്ന് വെച്ചാലോ പ്രവർത്തിക്കാതെ കണ്ട് പ്രയത്നിക്കാതെ കണ്ട് ഒന്നും ഇവിടെ നേടാൻ പറ്റില്ല. തപ തപ. ഇത് കേട്ട് ആരാ പറഞ്ഞു നോക്കാനൊന്നും പോയില്ല ബ്രഹ്മാവ്. ആര് പറഞ്ഞാലും എന്താ? തപസ് ചെയ്യാൻ നിശ്ചയിച്ചുത്രേ. ദിക്ഷു ഉദ്വീക്ഷ്യം കിമപി അനിശ്ചിതവതാ വാക്യാർത്ഥമുത്പശ്യത ദിവ്യം വർഷസഹസ്രമാതവസാ തേനത്വമാരാധിത തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠം. ഭഗവാൻ വൈകുണ്ഠത്തിനെ കാണിച്ചു കൊടുത്തു. ആ വൈകുണ്ഠത്തിൻ്റെ സ്വഭാവം പറയുന്നുണ്ട്. എവിടെയാണോ കുണ്ഠതയില്ലാത്തത് അതിൻ്റെ പേരാണ് വൈകുണ്ഠം. എവിടെയാണോ ദുഃഖമില്ലാത്തത്, എവിടെയാണോ മായയില്ലാത്തത്, എവിടെയാണോ ഈ ഷഡ്വൈരികളില്ലാത്തത്. എന്തൊക്കെയാണ് ഷഡ്വൈരികൾ? കാമ, ക്രോധ, ലോഭ, മോഹ, മത, മത്സര്യങ്ങൾ പ്ലസ് അഹങ്കാരം. 7 ഇതില്ലാത്ത സ്ഥലത്തിൻ്റെ പേരാണ് വൈകുണ്ഠം.